Hello guys, welcome back to our channel. This is Sanjay from the Tins channel. So ദൃശ്യം 3 ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. സോ പ്രീമിയർ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. 6 മണിക്ക് റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ 7 മണിയായി. സോ എനിവേസ് വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. സോ എക്സൈറ്റ്മെന്റ് ഉണ്ടാണ് കേട്ടോ, പറയുന്നതെല്ലാം തെറ്റി പോകുന്നു. സോ നമുക്ക് പെട്ടെന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. റെഡി, കം ഓൺ. ഓക്കേ, there we go. ഓക്കേ, നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഒരു ടെസ്റ്റിലോട്ടാണോ പോകുന്നത്? ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ജോർജ് കുട്ടി, എനിക്കൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു ഇത്തവണ പുള്ളി പിടിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സമൂഹത്തിന് കൊടുക്കുന്ന അത് നെഗറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് അല്ലേ. ലൈക്ക് ഈവൻ ഇഫ് നമ്മൾ ശരിക്ക് വേണ്ടിയാണ് ചെയ്തെങ്കിലും ഇറ്റ്സ് എ ക്രൈം. സോ ലെറ്റ്സ് സീ. ആളൊരു കുറുക്കനാണ്. ഇവരൊരു ജേർണലിസ്റ്റാണ്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ ഒറ്റബോധം. സർ, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? I want his full file on my desk as soon as possible. എന്താണെന്ന് അങ്ങോട്ട് ചിന്തിക്കണ്ട. മനസ്സിലാവുന്നില്ല. എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? എടായി, വീണ്ടും സസ്പെൻസിൻ്റെ ആ ഒരു ഇതിൽ കൊണ്ടുവന്ന് അങ്ങ് നിർത്തിയൊക്കെയാണ് കേട്ടോ. ലൈക്ക് എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് ഇതിനകത്തൊന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ദെൻ അഗൈൻ ലൈക്ക് എനിക്ക് ഇതിൻ്റെ ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. ബിക്കോസ് ഡെഫിനറ്റ്ലി ഇതൊരു ക്രൈം അവർ ചെയ്തേക്കുകയാണ്. ആൻഡ് മുമ്പേ ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ദോസ്തോവ്സ്കി ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ നോവൽ വായിക്കുമ്പോഴത്തേക്കും ഈ കുറ്റബോധത്തിനെ പറ്റി അതിനകത്ത് ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇഫ് യു ഡു എ ക്രൈം എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ആൾക്കാർ, ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരല്ല, നോർമലായിട്ടുള്ള ആൾക്കാർ അവർ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ കുറ്റബോധത്തോടെ ജീവിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ശിക്ഷയെന്ന് പറയുന്നത്. സോ പ്ലസ് നമ്മുടെ സമൂഹത്തിനകത്ത് ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഈ മോഡലിൽ എന്ത് കൊലപാതക കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ ദൃശ്യം മോഡൽ എന്ന് വരുന്നതും, പിന്നെ മേ ബി അങ്ങനെ ഒരു ക്രൈമിനെ ഗ്ലോറിഫൈ ചെയ്ത് വന്നേക്കുന്ന, സിസ്റ്റം ഫെയിൽ ആവുന്നതിനെ ഗ്ലോറിഫൈ ചെയ്തേക്കുന്നതൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ ഇറങ്ങിയേക്കുന്നത്. സോ മേ ബി ഇത്തവണ എനിക്ക് തോന്നുന്നത് പുള്ളി പിടിക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഭയങ്കര എന്തോ ഒരു ഗട്ട് ഫീലിംഗ്, ലൈക്ക് ജോർജ് കുട്ടി ഇത്തവണ പെടും. സോ ബിക്കോസ് അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലല്ലോ. ഇമാജിൻ ഫസ്റ്റ് ടൈം ഓക്കെ അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പുള്ളി എസ്കേപ്പായി, ഭയങ്കര ബ്രില്യൻസ്. സെക്കൻഡ് ടൈമും പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി വീണ്ടും എസ്കേപ്പായി. തേർഡ് ടൈം വീണ്ടും പുള്ളി ഇതൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുള്ളി വീണ്ടും എസ്കേപ്പ് ആവുമോ? സോ ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് സൈക്കോളജിക്കൽ ആ ഒരു ലെവലിലോട്ടാണ് മൂവി പോകുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലോട്ട് മൂവി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ഇത്തവണ പുള്ളിക്ക് ലോക്ക് വീഴും. ആൻഡ് പുള്ളി ഇനി ചെയ്യാൻ പോകുന്നത്, പുള്ളി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത് ബേബി കുറ്റേറ്റ് പറയാനും. കാരണം പുള്ളി നോക്കുമ്പോഴത്തേക്കും അവരുടെ ആ പയ്യൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്ന ഒരു രീതിയും അവർക്ക് കിട്ടേണ്ട നീതി അവർക്ക് കിട്ടിയിട്ടില്ല. ഈവൻ ദോ ദർ സൺ ഇസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മളൊരു ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്ക് കിട്ടേണ്ട ന്യായവും നീതിയും അവർക്ക് കിട്ടിയിട്ടില്ല. സോ മേ ബി ഇത്തവണ അവർക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റൈലിലോട്ടായിരിക്കും മൂവി പോകുന്നത്. ആൻഡ് ഐ ക്ലിയർലി ബിലീവ് ദാറ്റ് ഇത്തവണ ജോർജ് കുട്ടി ആയിരിക്കും വില്ലൻ.
ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദാറ്റ്. സോ ഇതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി കാര്യം പറയാം. ഐ വിൽ സി യു ഗൈസ് ആഫ്റ്റർ വാച്ചിങ് ദ മൂവി കണ്ടതിന് ശേഷം ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ആണ്. ഓക്കെ, ഐ സി യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.